അർജുൻ. അർജുനെ കണ്ടെത്താൻ ഞാൻ സഹായിക്കണമെന്നല്ലാതെ മറ്റൊന്നും സുധ പറഞ്ഞില്ല. പറയാം. ദാ ഇവനാണ് എന്റെ മോസ്റ്റ് വാണ്ടഡ് വുഡ് ബി. എങ്ങനെയുണ്ട് പുള്ളി? നൈസ്. ഏതോ ബിസിനസ് ഇഷ്യൂമായി സ്റ്റേറ്റ്സിലെത്തിയ അർജുനെ യാദൃശ്യമായിട്ടൊന്ന് പരിചയപ്പെട്ടതാ. ഞാൻ പോലും അറിയാതെ പെട്ടെന്ന് അത് വളർന്നു. മിടുക്കനായ ഒരു പയ്യനെ ഞാൻ തന്നെ കണ്ടെത്തിയതില് ഒരുപാട് സന്തോഷിച്ചു എന്റെ ഡാഡി. ഞാനും. ഒരു നാൾ അർജുനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നഷ്ടമായി. ബാക്കിയൊക്കെ നിനക്കറിയാലോ. അവന് വേണ്ടിയുള്ള അന്വേഷണത്തിന്റെ ഭാഗമാണ് നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പ് പോലും. ദാ ഇതിരിക്കട്ടെ. ഇനി ഇൻവെസ്റ്റിഗേഷൻ ഡീറ്റെയിൽസ് കിട്ടിയില്ലാന്ന് വേണ്ട. രാജുവിന് മാത്രമേ ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ തന്നെ രക്ഷിക്കാൻ പറ്റൂ. എങ്ങനെയെങ്കിലും എന്റെ അർജുനെ എനിക്ക് കിട്ടണം. രാജു എന്നെ സഹായിക്കണം. ഇപ്പൊ തന്നെ അന്വേഷണം തുടങ്ങി കൂട്ടിക്കോളൂ. കൊള്ളാം. വളരെ വിചിത്രമായ ഒരു ലവ് സ്റ്റോറി തന്നെ. പ്രേമിച്ച പെണ്ണിന് വേറെ കാമുകനുണ്ടെന്ന് മാത്രമല്ല, അവനെ കണ്ടുപിടിച്ച് ഹാജരാക്കുകയും വേണം. കഷ്ടം. ലോകത്തൊരു കാമുകനും ഇന്നേ വരെ ഇങ്ങനെ ഒരു ഗതികേടുണ്ടായിട്ടുണ്ട്. അർജുന ഭീമന എന്താ അവന്റെ പേര്? എന്തായാലും അവനെ കണ്ടുപിടിച്ച് ഹാജരാക്കുകയല്ല വേണ്ടത്, നാട് കടത്തുക ചെയ്യേണ്ടത്. നീ ഒരു വാക്ക് പറ. 24 മണിക്കൂറിനുള്ളിൽ അവനെ ഞങ്ങൾ നിന്റെ മുമ്പിൽ ഹാജരാക്കാം. അതുകൊണ്ടെന്താ നേട്ടം? എനിക്ക് സുധയെ കിട്ടുമോ? സുധയുടെ സ്നേഹം കിട്ടുമോ? തൽക്കാലം സുധയുടെ സന്തോഷത്തിന് വേണ്ടി എന്നെ കൊണ്ട് കഴിയുന്നത് ചെയ്യുക. അർജുനെ കണ്ടെത്താൻ നിങ്ങളെ കൊണ്ട് എന്നെ സഹായിക്കാൻ കഴിയുമോ ഇല്ലേ? അർജുനെ കണ്ടെത്തി എന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന ആ നിമിഷം ഞാൻ രാജുവിന് ഒരു ഒന്നാന്തര റിവാർഡ് തരുന്നുണ്ട്. എന്ത് റിവാർഡ്? ഈ വേൾഡിൽ രാജു ഏറ്റവും മോഹിക്കുന്നത് എന്തോ അത്. കഴിയില്ല. അതെന്താ? അതങ്ങനെ. ഓ ശരി. വാ ഇറങ്ങ്. Hey, it's for me. ഡാഡിയാ. ഹലോ മോളെ, ഞാനാ. എന്തായി? നീ അർജുനെ കണ്ടോ? അത് ഡാഡി, സ്റ്റിൽ ഞാൻ ട്രൈ ചെയ്തോണ്ടിരിക്കുക. ഐ ഹോപ്പ്. വേണ്ട വേണ്ട, ഡാഡിയെ വിശ്വസിപ്പിക്കാൻ വേണ്ടി നുണക്കഥകൾ ഒന്നും പറയണ്ട. 6 മാസമായിട്ട് നിനക്ക് കണ്ടെത്താൻ കഴിയാത്ത അർജുൻ ദാ ഇപ്പൊ തന്നെ ഡാഡിയോട് ഓരോരുത്തർ ചോദിച്ചു തുടങ്ങി, പിള്ള എന്താ മകളെ കയറൂരി വിട്ടിരിക്കുകയാണോ എന്ന്. ഡാഡിക്ക് അറിയാലോ എന്നെ. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ, രാജു എല്ലാറ്റിനും എന്നെ ഹെൽപ്പ് ചെയ്യാൻ അവനുണ്ട് എന്നോടൊപ്പം. ഈ സിറ്റിയിൽ അവന് നല്ല കോണ്ടാക്ട്സാ. ഞാൻ കൊടുക്കാം. അങ്കിൾ ധൈര്യമായിരിക്കണം. ഞങ്ങൾ എല്ലാ വഴിക്കും അന്വേഷിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും ഇത്ര കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കുമ്പോൾ ഞാനായിട്ട് അതിനെതിരെ നിന്നു വേണ്ട. ക്യാരി ഓൺ. ബട്ട് രാജു, റിമൈൻഡ് ഹെർ ദ ഡേ ടു ഫ്ലൈ ബാക്ക്. ദാറ്റ് ഈസ് 18th മാർച്ച്. മാർച്ച് 18 അവള് തിരിച്ചു പോരണം. ഓക്കെ. വോൾട്ടേജ് പോയ ട്യൂബ് ലൈറ്റ്. ഏയ്